യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിൽ ഹൈക്കോടതി ഉത്തരവ് തടഞ്ഞു സുപ്രീംകോടതി. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകേണ്ടതില്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞു. സിബി ജോസഫ് ചേരുകയാണ്. സിബി, എങ്ങനെയാണ് വിവരങ്ങൾ? ഈ ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2017 സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം ഈ യാക്കോബായ പള്ളികൾ 6 പള്ളികൾ ഏറ്റെടുത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്ന് വിധിച്ചിരുന്നു. ഇതിൽ ഇത്തരത്തിൽ പള്ളികൾ ഏറ്റെടുക്കുമ്പോൾ ചില ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയെങ്കിലും ഹൈക്കോടതി ഈ ഒരു ഉത്തരവ് നടപ്പാക്കണമെന്നും മാത്രമല്ല ഇതല്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും അറിയിക്കുകയും ചെയ്തു. ഇത് പ്രകാരം നേരിട്ട് അതായത് ഈ മാസം 29-ാം തീയതിക്കുള്ളിൽ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളത്തെയും പാലക്കാടെയും ജില്ലാ കളക്ടർമാർ, മുൻ ചീഫ് സെക്രട്ടറി അടക്കമുള്ള പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾക്ക് ഈ കോടതിയലക്ഷ്യ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയെ ഈ ഉദ്യോഗസ്ഥർ സമീപിച്ചത്. ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകേണ്ട അതിനൊരു ഇളവ് നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. മാത്രമല്ല സംസ്ഥാനത്തിന് ഇക്കാര്യത്തിൽ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അത് സത്യവാങ്മൂലം സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഹർജി ഇനിയിപ്പോൾ ഡിസംബർ 3 വീണ്ടും പരിഗണിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ അടക്കം ചൂണ്ടിക്കാട്ടുന്നത് 2017 അതായത് 1934 ഭരണഘടന അനുസരിച്ച് വേണം ഈ ഒരു മലങ്കര സഭയ്ക്ക് കീഴിലുള്ള പള്ളികൾ ഭരിക്കപ്പെടാൻ എന്നുള്ളതാണ് ഈ 2017 വിധി. ഇത് പ്രകാരമാണ് ഈ യാക്കോബായ സഭയുടെ പള്ളികളും അധികാരങ്ങളെല്ലാം തന്നെയും ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറേണ്ട സ്ഥിതി വന്നത്. പക്ഷേ ഇവിടെ എല്ലാം തന്നെയും വളരെ വലിയ രീതിയിലുള്ള വിശ്വാസികളുടെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു വികാരപരമായ ഒരു അവസ്ഥ എന്ന സാഹചര്യത്തിൽ ഇതെല്ലാം തന്നെയും ഒരു പോലീസ് നടപടിയിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് സർക്കാരിനെ സംബന്ധിച്ചുള്ളത്. ഇത് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും ഇതിൽ ഇപ്പോൾ ഒരു നേരിട്ട് ഹാജരാകേണ്ട ഒരു ഇളവ് ഇപ്പോൾ സുപ്രീം കോടതി ഭാഗത്തുനിന്നും ലഭിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ എങ്ങനെയാണ് ഈ ഒരു കോടതി വിധി നടപ്പാക്കുന്നതിന്റെ നടപടിക്രമം ഇത് സമർപ്പിക്കാനും സംസ്ഥാന സർക്കാരിനോട് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. ഹൈക്കോടതി വിധി റദ്ദാക്കുകയാണ് സുപ്രീം കോടതി.